ഹലോ, അപ്പം നമുക്കൊരു മുളക് കറി സെറ്റാക്കിയാലോ. പാചകത്തിൽ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവർക്ക് പറ്റിയൊരു കറിയാണിത്. അപ്പം നമുക്ക് ആവശ്യത്തിന് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. മൺചട്ടിയിൽ വെച്ച കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. കൈ കിട്ടിയൊരു മൺചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഒന്നും കാണാനില്ല, എനിക്കൊന്നും എല്ലായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയമ്മ മേടിച്ച് വയ്ക്കും, ഞങ്ങൾ ആരെങ്കിലും പൊട്ടിക്കും. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ, കറിവേപ്പില, പിന്നെ നമ്മൾ ചതച്ച് വെച്ച സംഭവം അതിട്ട് കൊടുക്കണേ. എന്നിട്ടല്ല ഒന്നൊന്നര തക്കാളി ഇട്ട് കൊടുക്കണേ. ആദ്യം ഇട്ട സാധനം മൂത്തതിന് ശേഷം മാത്രം തക്കാളി ഇടാൻ ശ്രമിക്കുക. അതവിടെ കിടന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ വേറൊരു സംഭവം ചെയ്യാം. 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാശ്മീരി ചില്ലിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ എല്ലാം നന്നായിട്ട് കുക്കായി വന്ന ടൈമിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച പേസ്റ്റ് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ കൊടംപുളി ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. ഞങ്ങളുടെ അവിടെ കൊറക്കപ്പുളി എന്നാണ്. അപ്പോൾ അത് കുതിർത്ത് വെച്ചിട്ട് അത് വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും മീൻ ചേർത്ത് കൊടുക്കാവേ. ഉണക്ക മീനൊന്നും ഇട്ട് കളയരുതേ. ഇതെല്ലാം ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പിലയും ഉലുവാപ്പൊടിയും ഇട്ടിട്ട് അടച്ചൊന്ന് കുറച്ചു നേരം വെച്ചിരിക്കണം. ഒരു കറി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് അടിപൊളിയാണോ അല്ലേന്ന്. ഇപ്പൊ ഈ കറിക്ക് കാണുന്ന ലുക്ക് മാത്രമല്ല, കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നേ. വലിയ പണിയുള്ള കറിയൊന്നുമല്ല, എന്നാലോ ടേസ്റ്റിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുകയും വേണ്ട. അപ്പൊ നമ്മുടെ കൊടംപുളിയിട്ട ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. കൊടംപുളി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നമ്മൾ സാധാപ്പുളി വെള്ളത്തിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഞാൻ ഇതിന് കോമ്പായിട്ട് എടുത്തിട്ടുള്ളത് മരിച്ചീനിയാണ്. ചോറിന്റെയും ചപ്പാത്തിയുടെയും ഈ കറി സെറ്റാണ്. പിന്നില്ലേ, ഈ കറി പിറ്റേന്ന് നടക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഈ കറി ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.